ഹലോ ഫ്രാൻസ്, ടൈം ലാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ യാത്ര എടപ്പള്ളി അരൂർ എലിവേറ്റഡ് ഹൈവേയും അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേനെ പറ്റിയുള്ള എലിവേറ്റഡ് എലിവേറ്റഡ് ഹൈവേനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇതിനകത്തേക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ തുറവൂർ ഭാഗത്തു നിന്ന് നേരെ നമ്മൾ എടപ്പള്ളി ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, അതുപോലെ ചെറിയ ഭാഗത്തൊക്കെ ആയിട്ട് മുകളിലത്തെ ഫ്ലൈ ഓവറും ആയിട്ടുണ്ട്, മുകളിലത്തെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ മനോഹരമായ കാഴ്ച കണ്ടിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് തുടരാം. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്. അരൂർ തുറവൂർ പട്ടണങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും ഗതാഗത കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നിലവിലുള്ള റോഡുകളിലൂടെ വേഗതയേറിയതും സുരക്ഷിതവുമായ ഒരു പാത നൽകുന്നതിലൂടെ പ്രാദേശിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ എലിവേറ്റഡ് ഹൈവേ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക റോഡ് ശൃംഖലയുമായി തടസ്സമില്ലാതെ സംയോജിപ്പിക്കുന്ന ഒരു എലിവേറ്റഡ് ഇടനാഴി നിർമ്മിക്കുന്നതും മേഖലയിലെ സാമ്പത്തിക വളർച്ചയ്ക്കും മെച്ചപ്പെട്ട മൊബിലിറ്റിക്കും സംഭാവന നൽകുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഭാഗത്തൊക്കെ ഡ്രെയിനേജിന്റെ വർക്ക് ആരംഭിച്ചിട്ടുള്ളൂ. ചില ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്, ചില ഭാഗത്തൊന്നും ആയിട്ടില്ല. പിന്നെ എന്തായാലും ഒറ്റ പില്ലറിലെ മാജിക്കാണ് നമ്മൾ ഈ കാണുന്നത്. ആ ഒരു പാതയാണ് മുകളിൽ കൂടി പോകുന്നുണ്ട്. പിന്നെ ഈ ഇവിടെയുള്ള കടകളൊക്കെ സെയിൽസ് കുറയുമോ ഇല്ലേ എന്നുള്ളത് അറിയത്തില്ല. കാരണം ആൾക്കാരെതിരെ പോകുമ്പോഴത്തേക്കും താഴത്തെ വണ്ടികളും ട്രാഫിക് കുറവായിരിക്കുമല്ലോ, അപ്പോൾ സെയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൂടി കണ്ടെത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിത് തിരിച്ച് നമ്മൾ അരൂർ എടപ്പള്ളി ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. എന്തായാലും വർക്ക് സ്പീഡാണെങ്കിലും ഇത് മാക്സിമം ഒരു 3 കൊല്ലം കൊണ്ടാണ് ഇത്രയും വർക്ക് അയക്കുന്നതെന്ന്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൂടെ ട്രാവൽ ചെയ്യണം അത്ര സേഫ് അല്ല. കാരണം ചില ഭാഗത്തൊക്കെ ഇത്തിരി കമ്പിയും ഒക്കെ കിടക്കുന്നതുകൊണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ നിന്നും വല്ല മെറ്റൽ പീസോ എന്തെങ്കിലും വീഴാതെ നോക്കി പോവുക. കാരണം ഇവിടെ ഇത്തിരി ഡേഞ്ചറസ് ഉള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് ഈ വർക്ക് നടന്ന സമയത്ത് മരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. എന്തായാലും ഈ കാണുന്ന റോഡ് ഉടനെ തന്നെ ഓപ്പൺ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു മാക്സിമം ഒരു 2 അല്ലെങ്കിൽ അടുത്ത പോലെ തന്നെ ഓപ്പൺ ആകുമ്പോൾ അറിയാം. കാരണം കുറച്ചും കൂടി ഇനി കംപ്ലീറ്റ് ആകാനുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 70-80% കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക് ഉണ്ടാവും. നമ്മൾ തുറവൂർ വരെയും പോയില്ലായിരുന്നു. തുറവൂർ ഒരു 3 കിലോമീറ്റർ മുമ്പ് നമ്മൾ യൂട്ട് എടുത്തായിരുന്നു. കണ്ടോ നോക്കിയേ. അപ്പോൾ ഈ ചെയ്യണം മിഷീൻ തന്നെ അടിപൊളിയാണ്. റെയിൽവേ ട്രാക്ക് വെച്ചിട്ടൊക്കെയാണ് ആ ക്രെയിൻ വെച്ച് ലിഫ്റ്റ് ചെയ്ത് മറ്റേ ഗട്ടറൊക്കെ വെക്കുന്നത്. എന്തായാലും അടിപൊളി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് തുടരാം.
കൊച്ചി നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനായി വിഭാവനം ചെയ്തതും നിലവിൽ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്നതുമായ 12.75 കിലോമീറ്റർ നീളമുള്ള 7.92 മൈൽ 6 വരി പാതകളുള്ളതുമായ ഒരു എലിവേറ്റഡ് ഹൈവേയാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ. പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ ആയിരിക്കും ഇത്. അരൂരിൽ നിന്ന് ആരംഭിച്ച് തുറവൂരിൽ അവസാനിക്കുന്നു. 2021-ൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തിയത് അരൂർ മുതൽ തുറവൂർ വരെ 6 വരി എലിവേറ്റഡ് ഹൈവേക്ക് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ടെന്നാണ്. 2022 ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2022-ൽ ആരംഭിച്ച് 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ചു. ഒടുവിൽ 2023-ൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അരൂരിന് തൊട്ടുമുമ്പ് മുതൽ തുറവൂരിന് തെക്ക് വരെ 26 മീറ്റർ വീതിയിൽ 12.75 കിലോമീറ്റർ നീളത്തിൽ 6 വരി എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കും. മഹാരാഷ്ട്രയിലെ അശോക ബിൽകോൺ കമ്പനി 1668 രൂപ 50 പൈസ കോടിക്ക് നിർമ്മാണ കരാർ ഏറ്റെടുത്തു. നിലവിലുള്ള 4 വരി പാതയുടെ മധ്യഭാഗത്ത് വലിയ തൂണുകൾ സ്ഥാപിച്ചാണ് ഹൈവേ നിർമ്മിക്കുക. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂണുള്ള ആകാശപാതകളിൽ ഒന്നായിരിക്കും ഇത്. 2027-ൽ ഇത് തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന ഒറ്റപ്പില്ലറിലാണ് നമ്മുടെ ഭാവിയിൽ ആളൊരു പാത കടന്നു പോകാൻ പോകുന്നത്. എന്തായാലും ഒരു അമേസിങ് ടെക്നോളജി തന്നെ, എന്തായാലും അടിപൊളിയായിരിക്കും. പിന്നെ ഈ കാണുന്ന കടകളിലൊക്കെ കച്ചവടം നന്നായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കണ്ടറിയാം. ഒത്തിരി ഭാഗത്തൊക്കെ ആയിട്ട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് ഡ്രൈവിങ് ഇപ്പോൾ ഇത്തിരി കഷ്ടകാലമാണ്. പിന്നെ മഴ സമയത്തായിരിക്കും കൂടുതൽ പ്രയാസം ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ഒത്തിരി ഭാഗത്തൊക്കെ ചെടികളുള്ള ഏരിയകളുണ്ട്. എന്തായാലും ഇപ്പോൾ അത് പൊടിയായി കിടപ്പുണ്ട്. ഇനി മഴ പെയ്യുമ്പോൾ അത് ചെളിയാകത്തുള്ളൂ. കണ്ടോ നോക്കിയേ. പിന്നെ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് സൊമാറ്റോ ഓർഡർ വരും. കാരണം ഇതിന് അടികൂടി പോകാനുണ്ടെങ്കിൽ മഴ നനയാതെ ഡെലിവറിക്ക് പോകാൻ പറ്റുമല്ലോ. അതെന്തായാലും ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഇതിനോട് ടോൾ ചാർജ് എത്രയാവുന്നുള്ളത് കണ്ടറിയേണ്ടി വരും. കാരണം ഇതിന് ടോൾ പ്ലാസയുടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏകദേശം ഒരു 11ഓളം ടോൾ പ്ലാസ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിംഗ് കണ്ടിട്ട് ഇനി നമുക്ക് എടപ്പള്ളി അരൂർ എലിവേറ്റഡ് ഹൈവേനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തുടരാട്ടോ. കാരണം ഇത് ഒന്നിച്ചാണോ എൻ്റെയാണ് അതോ സെപ്പറേറ്റ് ആണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇത് തുറവൂർ മുതൽ നമ്മുടെ അരൂർ വരെയുമാണ്. അതുപോലെ തന്നെ അരൂർ മുതൽ എടപ്പള്ളി വരെയുമാണ് നമ്മുടെ എടപ്പള്ളി അരൂർ എലിവേറ്റഡ് ഹൈവേൻ്റെ ഇത്. DPRന് ഇപ്പം എന്തോ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് കൂടി ഒന്ന് നീട്ടി വെച്ചേക്കുന്നത്.
അപ്പോൾ അതിന് അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ പാലരുട്ടം പാലം പിന്നെ അതുപോലെ നമ്മുടെ കുണ്ടന്നൂരും പിന്നെ വൈറ്റില പാലം ഉള്ളത് കൊണ്ട് മെട്രോ കടന്നു പോകുന്ന ഭാഗത്ത് കൂടി ഉള്ള ജസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു DPR വേണമെന്നാണ് മറ്റേ ഭാവി മുൻകൂട്ടി കണ്ടൊരു DPR വേണമെന്നാണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഡീറ്റെയിൽസ് തുടരാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചയും കണ്ടിട്ട് എടപ്പള്ളി അരൂർ എലിവേറ്റഡ് ഹൈവേനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തുടരാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ നമ്മുടെ അരൂർ ഭാഗത്ത് എത്താറുണ്ട് കേട്ടോ. നോക്കി ഇവിടെയൊക്കെ ജസ്റ്റ് പില്ലർ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. എന്തായാലും വർക്ക് ഇത്തിരി സ്പീഡപ്പ് ആവുന്നു. കാരണം ഇവിടുത്തെ ഹൈറ്റ് ഇത്തിരി കുറവാണ് കേട്ടോ. നോക്കിയേ, നേരത്തെ സമയത്ത് നല്ല രീതിയിലുള്ള ഹൈറ്റിലായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ഹെൻഡാനാണ് ചാൻസ്. അപ്പോൾ നമ്മുടെ എടപ്പള്ളി അരൂർ എലിവേറ്റഡ് ഹൈവേയും ഇത് നമ്മൾ ജോയിൻ്റ് ആകുന്നില്ലെന്ന് തോന്നുന്നു. മിക്കവാറും രണ്ട് രീതിയായിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തുറവൂരിൽ നിന്ന് നേരെ നമ്മുടെ അരൂർ ഭാഗത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കി കണ്ട, അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊടി ശല്യമാണ്. എന്തായാലും ഒരു മാസ്ക് വെച്ചില്ലെങ്കിൽ നമ്മൾ നാളെ ഒരു ആസ്മ പേഷ്യൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മാസ്ക് കരുതുക. പിന്നെ ഇതിലൂടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശോകമാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഒന്ന് പെട്ടെന്നാകണം. അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പായില്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം നമ്മളിതാ അരൂർ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പില്ലർ. നോക്കി കണ്ട. അപ്പം നമ്മളിത് അവിടെ എത്തി. എന്നിട്ട് നമുക്ക് ഇവിടത്തെയും കുറച്ച് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാണാം. അതുപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ പണ്ട് ഇവിടെ ഒത്തിരി AI ക്യാമറയൊക്കെ ഉണ്ടാവുന്നൊക്കെ പോയി കണ്ട. ഇതാണ് ഇവിടെ ജസ്റ്റ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇടപ്പള്ളി അരൂരിലേക്കുള്ള ആകാശപാത അല്ലെങ്കിൽ നമ്മുടെ എലിവേറ്റഡ് ഹൈവേൻ്റെ ഇതാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നോക്കി ഇവിടെ വരെ ഇപ്പോൾ റോഡ് വീതി കൂട്ടി പണിയുന്നുണ്ട് കേട്ടോ. ഇനി മറ്റേ പാലം പൊളിക്കുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. കാരണം ഒരു പാലം 3 വരിയും മറ്റേ പാലം 2 വരി പാതയുമാണ്. അപ്പോൾ ഇനി ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും മിക്കവാറും ഈ എലിവേറ്റഡ് ഹൈവേ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ അരൂർ ഭാഗത്തുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റാണ് കാണുന്നത്. എന്തായാലും ഇത് എടപ്പള്ളി അരൂർ എലിവേറ്റഡ് ഹൈവേൻ്റെ വർക്കാണോ അതോ അതിൻ്റെ എൻഡിങ് പോയിന്റ് ആണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡ്രൈവിങ് ഇത്തിരി റിസ്ക് ആണ് കേട്ടോ. കാരണം പൊടിയുള്ളത് കൊണ്ട് ബ്രേക്ക് കുത്തിട്ടുണ്ടെങ്കിൽ സ്കിഡാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ എറണാകുളം ജില്ലയും അത് ആലപ്പുഴ ജില്ലേൻ്റെ ബോർഡർ ഭാഗത്തുള്ള പാലത്തിനോടാണ് കേട്ടോ. ഒരു പാലം 3 വരി പാതയും മറ്റേ പാലം 2 വരി പാതയാണ്. അപ്പം മറ്റേ പാലം മാറിയും മിക്കവാറും പൊളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളിത് ആ പാലത്തേക്ക് പ്രവേശിച്ചു. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റെയിൽവേ ഓവർബ്രിഡ്ജാണ്. എന്തായാലും നൈറ്റ് ഇതിലൂടെ മുമ്പ് നല്ല അടിപൊളി കാഴ്ച. പിന്നെ താഴെ പോണത് നമ്മളെ വേമ്പനാട് കായലാണ് കേട്ടോ.
നോക്കിയേ, അടിപൊളിയാണ്. ഇത് 3 വരിയാണ്. അപ്പുറത്തെ പാലം വരുന്നത് 2 വരിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ഇതിന് എലിവേറ്റഡ് ഹൈവേ പോകണമെന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. അത് ഭാവിയിൽ കണ്ടറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ എടപ്പള്ളി അരൂരിലേക്കുള്ള എലിവേറ്റഡ് ഹൈവേൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് തുടരാം. കൊച്ചി, ആലപ്പുഴ നഗരങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ഇടപ്പള്ളി അരൂർ എലിവേറ്റഡ് ഹൈവേ. ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിനും യാത്രാസമയം കുറയ്ക്കുന്നതിനും റൂട്ടിലെ ഗതാഗത കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി പ്രാദേശിക വികസനവും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ എലിവേറ്റഡ് ഇതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രധാന നഗര പ്രാന്തപ്രദേശ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു എലിവേറ്റഡ് ഹൈവേ സെഗ്മെന്റ് നിർമ്മിക്കുന്നതും ആധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളും അടിസ്ഥാന സൗകര്യ ആസൂത്രണവും സംയോജിപ്പിച്ച് ഈ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം നമ്മൾ എറണാകുളം ജില്ലയിലുള്ള കുമ്പളങ്ങി ഭാഗത്തേക്ക് പ്രവേശിച്ചു. ഇവിടെ നിന്ന് കുറച്ചും കൂടി ദൂരമുള്ളൂ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഈ കാണുന്ന ടോൾ പ്ലാസ കഴിഞ്ഞു. ബൈ ബൈ.